മലയാള സിനിമയുടെ തലപ്പൊക്കമാണ് മമ്മൂട്ടി എന്ന അതുല്യ നടൻ. മുഹമ്മദ് കുട്ടി പനപ്പറമ്പിൽ ഇസ്മയിൽ എന്ന മമ്മൂട്ടി 1951 സെപ്റ്റംബർ 7 കോട്ടയം ജില്ലയിലെ ചെമ്പിൽ ജനിച്ചു. അഭിഭാഷകനായ യോഗ്യത നേടിയ അദ്ദേഹം ആ പ്രൊഫഷൻ ഉപേക്ഷിച്ച് അഭിനയകലയോടുള്ള തീവ്രമായ അഭിനിവേശത്താൽ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവന്നു. 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് മമ്മൂട്ടിയുടെ സിനിമാ പ്രവേശം. എങ്കിലും 1980 എം.ടി. വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. തുടർന്ന് ഐ.വി. ശശിയുടെ തൃഷ്ണ 1981 പോലുള്ള ചിത്രങ്ങളിലെ നായകവേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ അദ്ദേഹം തന്റെ സ്ഥാനം ഉറപ്പിച്ചു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട തന്റെ കരിയറിൽ 425 അധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലും അദ്ദേഹം സാന്നിധ്യമറിയിച്ചു. വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അനായാസം അവതരിപ്പിക്കാനുള്ള മമ്മൂട്ടിയുടെ കഴിവ് അദ്ദേഹത്തെ ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച അഭിനേതാക്കളിൽ ഒരാളാക്കി മാറ്റി. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം കാണിക്കുന്ന വൈവിധ്യം അതിശയിപ്പിക്കുന്നതാണ്. ചരിത്രപരമായ കഥാപാത്രങ്ങളായ പഴശ്ശിരാജ മുതൽ ആധുനിക കാലത്തെ ശക്തരായ കഥാപാത്രങ്ങൾ വരെ അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു. അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾക്ക് 3 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ, വിധേയൻ, പൊന്തന്മാട, ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ എന്നീ ചിത്രങ്ങൾക്ക് 7 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, 15 ഫിലിംഫെയർ അവാർഡുകൾ, സൗത്ത് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1998 പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. അഭിനയരംഗത്ത് മാത്രമല്ല, സാമൂഹ്യരംഗത്തും മമ്മൂട്ടി സജീവമാണ്. കൈരളി ടി.വി.യുടെ ചെയർമാൻ എന്ന നിലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നു. ഏറ്റവും പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലെ അദ്ദേഹത്തിന്റെ താൽപര്യവും യുവ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടും മലയാള സിനിമയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. മമ്മൂട്ടി കമ്പനി എന്ന നിർമ്മാണ സംരംഭത്തിലൂടെ പുതിയ സിനിമകൾക്കും അദ്ദേഹം വഴിയൊരുക്കുന്നു. പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യവും ഓരോ സിനിമയിലും പുതിയ അഭിനയ ശൈലിയും പരീക്ഷിക്കാനുള്ള മമ്മൂട്ടിയുടെ ധൈര്യവും അദ്ദേഹത്തെ ഇന്നും മലയാളികളുടെ പ്രിയങ്കരനായ മെഗാസ്റ്റാറായി നിലനിർത്തുന്നു.